ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഓസ്ട്രേലിയൻ ഏജ്ഡ് കെയർ ഇൻ്റർവ്യൂ സെക്ഷൻ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എങ്ങനെയാണ് ഇൻ്റർവ്യൂ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു ഫൈൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട് അബൌട്ട് ബീങ് എ നേഴ്സ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? അതായത് നമുക്ക് നമ്മുടെ പ്രൊഫഷനിൽ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്താണ്? അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ എങ്ങനെ പറയാം? ഡീലിംഗ് വിത്ത് ഇമോഷണൽ ആസ്പെക്ട്സ് ഓഫ് ദ ജോബ്. അതായത് നമുക്ക് സംടൈംസ് ഇപ്പം പേഷ്യൻ്റ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്, ആ സിറ്റുവേഷൻ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് സംടൈംസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആകും ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ എന്ന രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. അങ്ങനെ ഇമോഷണൽ ഈ സിറ്റുവേഷനിൽ നമുക്ക് പേഷ്യൻ്റ് സഫർ ചെയ്യുന്നത്, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആകുന്ന സമയത്ത് പേഷ്യൻ്റ് സഫർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നും പറയാം. പിന്നെ അടുത്തത് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ഓൾസോ ഹാർഡ് ടു സീ പീപ്പിൾ മേക്കിംഗ് പുവർ ചോയ്സസ് ഇൻ ദെയർ ലൈഫ് ദാറ്റ് ഈസ് നെഗറ്റീവ്ലി അഫക്റ്റ് ദെയർ ഹെൽത്ത്. അങ്ങനത്തെ ഒരു ആൻസറും പറയാം. പക്ഷേ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പം നമുക്ക് ഓവർകം ആവുന്നു, ഇപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ഡീല് ചെയ്യാൻ നമ്മൾ പ്രാപ്തരായി എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് വേണം എൻഡ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന, എസ്പെഷ്യലി ഒരു എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഉള്ള ഒരു കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും ചോദിക്കുക എന്തുകൊണ്ടാണ് ഗ്യാപ്പ് വന്നത്, എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് വന്നതിൻ്റെ റീസൺ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രീവിയസ് ജോബ് ക്വിറ്റ് ചെയ്യാനുള്ള സാഹചര്യം. അപ്പോൾ നമ്മൾ വെറുതെ ക്വിറ്റ് ചെയ്യാനല്ല, ഒരു റീസൺ, ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു റീസൺ പറയണം. അതും അവർ ചോദിക്കാറുണ്ട്. ഇപ്പം ചിലവരാണെങ്കിൽ ഒ ഇ ടി നോക്കാനോ അല്ലെങ്കിൽ നമ്മൾ ന്യൂസിലാൻഡിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ജോബ് ക്വിറ്റ് ചെയ്താന്നോ, അങ്ങനെയൊക്കെ ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു ആൻസർ ആയിരിക്കും അവർക്ക് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ യു വാണ്ട് ടു വർക്ക് ഹിയർ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ താല്പര്യം? ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അവരുടെ വിഷനും ഒക്കെ നോക്കി വെക്കണമെന്ന്. അപ്പോൾ അതിലവർ പറയുന്നുണ്ടായിരിക്കും ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യൻസിന് അല്ലെങ്കിൽ അവിടുത്തെ റെസിഡൻസിന് കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യാൻ എയിം ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ച് പറയും ഇതൊക്കെയാണ് ഞാൻ ഇംപ്രസ്ഡ് ആയത്, അല്ലെങ്കിൽ യുവർ റെപ്യൂട്ടേഷൻ ഫോർ പ്രൊവൈഡിങ് ക്വാളിറ്റി കെയർ ടു ദ റെസിഡൻസ്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവർക്കൊക്കെ ഓരോ ഷോർട്ട് വീഡിയോസ് ഒക്കെ അവരുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ടാവും, അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം. അപ്പോൾ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കൊളാബറേറ്റീവ് വർക്ക് എൻവയോൺമെൻ്റ് ആണെന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് ദ സംതിങ് ഐ ആം ഈഗർ ടു പാർട്ട് ഓഫ്. ആ ഒരു കാരണം കൊണ്ടാണ് ഒരു കൊളാബറേറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ് ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ, നിങ്ങളുടെ ആ ഒരു ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നതെന്ന് പറയാം. പിന്നെ എല്ലാ ഇൻ്റർവ്യൂവിലും ഒരു പെയിൻ മാനേജ്മെൻറ്റ് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിക്കും. നമ്മൾ എങ്ങനെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, പേഷ്യൻ്റ് പെയിനുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു മാനേജ്മെൻറ്റ് കൊടുക്കണം, എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് നമ്മൾ പേഷ്യൻ്റ് അപ്രോച്ച് ചെയ്യുന്നു, പേഷ്യൻ്റ് അടുത്ത് ചോദിക്കുന്നു എത്രയുണ്ട് പെയിൻ സ്കോർ, അക്കോർഡിംഗ് ടു പെയിൻ സ്കെയിൽ അനുസരിച്ച്. ദെൻ പേഷ്യൻ്റ് ഓൾറെഡി നമ്മൾ നോക്കണം ചാർട്ടിനകത്ത്, മെഡിക്കേഷൻ ചാർട്ടിന് പേഷ്യൻ്റ് മെഡിസിൻ റീസെൻ്റ് ആയിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പം 1 hour 2 hour ബിഫോർ പേഷ്യൻ്റ് പെയിൻ മെഡിക്കേഷൻ പോകുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കംഫർട്ടബിൾ പൊസിഷൻ പേഷ്യൻറ്റിന് കൊടുക്കാം, ഡീവിയേഷൻ മെത്തേഡ് കൊടുക്കാം, അങ്ങനെയൊക്കെ പറയാം. ഇൻ കേസ് പേഷ്യൻ്റ് മെഡിസിൻ ഇല്ല, ചാർട്ടിൽ പേഷ്യൻ്റ് 6 hour ആയിട്ട് മെഡിസിൻ ഒന്നും പോയിട്ടില്ല എങ്കിൽ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ട് ആസ് പെർ ഡോക്ടേഴ്സ് ഓർഡർ നമുക്ക് പെയിൻ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാം. അപ്പോൾ പെയിൻ്റെ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ, പെയിൻ മാനേജ്മെൻറ്റ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും, അതെങ്ങനെ ഡീൽ ചെയ്യുന്നതെന്നുള്ളത്. പെയിൻ മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ഒരു സിനാരിയോ ആയിട്ട് പറയാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ അതായത് നമ്മൾ പ്രീവിയസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ പേഷ്യൻ്റ് ഇതുപോലെ പെയിൻ ആണെന്നുള്ള കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ ഞാൻ പെയിൻ സ്കോർ അനുസരിച്ച് നോക്കിയപ്പം പേഷ്യൻ്റ് 7 ആയിരുന്നു ഔട്ട് ഓഫ് 10. അപ്പോൾ ഞാൻ മെഡിസിൻ ചാർട്ട് നോക്കി, അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചെയ്ത ഒരു കാര്യം അവരുടെ അടുത്ത് പറയാൻ ശ്രമിക്കുക സിനാരിയോ ആയിട്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. How do you stay current on new nursing practices and medical advancement? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ന്യൂ പ്രാക്ടീസസും ഒക്കെ എങ്ങനെയാണ് അപ് ടു ഡേറ്റ് ആകുന്നത് എന്നുള്ളത് അവരെ അറിയിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം, ഐ സബ്സ്ക്രൈബ് റെപ്യൂട്ടബിൾ നഴ്സിംഗ് ജേർണൽസ്.
ജേണൽസൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഓൺലൈൻ പബ്ലിക്കേഷൻസ് അതൊക്കെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ത്രൂ ഇതിലൂടെയൊക്കെ നമുക്ക് അപ് ടു ഡേറ്റ് ആകുന്നുണ്ട്, പുതിയ കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട് എന്ന് പറയാം. ഹൗ ഡു യു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി വൈൽ ഡിസ്കസിങ് പേഷ്യൻ്റ് കണ്ടീഷൻ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പറയാം, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ പബ്ലിക് സ്പേസിൽ നിന്നോ മാറിയിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ പോയിട്ട് ആയിരിക്കും പേഷ്യൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇൻഫർമേഷനൊക്കെ ഷെയർ ചെയ്യുന്നത് ത്രൂ ഇലക്ട്രോണിക്കലി ആയിരിക്കും. ആൻഡ് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ചാനൽ ത്രൂ ആയിരിക്കും നമ്മൾ ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും പാസ്വേഡും യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കാണും. അതൊന്നും ഷെയർ ചെയ്യത്തില്ല, ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല. എപ്പോഴാണോ നമ്മൾ നോട്ട്സ് ഒക്കെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം എൻഷുർ ചെയ്യും ലോഗ് ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ആൻസറൊക്കെ നമുക്ക് ഇവിടെ പറയാം. ഇപ്പം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അവർ സിനാരിയോ തന്നിട്ട് അതിൽ നിന്ന് അവർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഡിമെൻഷ്യ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഷവർ ചെയ്യാൻ റെഫ്യൂസ് ചെയ്തു. അപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, പേഷ്യനെ എങ്ങനെ കൺവിൻസ് ചെയ്യും, അതൊരു ക്വസ്റ്റ്യൻ. പിന്നെ പേഷ്യൻ്റ് മെഡിക്കേഷൻ റെഫ്യൂസ് ചെയ്തു, പേഷ്യനെ എങ്ങനെ നിങ്ങൾ കൺവിൻസ് ചെയ്യും. അപ്പോൾ പേഷ്യൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നത് എന്താണ് റീസൺ ഫോർ റെഫ്യൂസൽ. പേഷ്യൻ്റെ അടുത്ത് റീസൺ പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം, ഇപ്പം മെഡിസിൻ എടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സൈഡ് എഫക്ട്സ്, ഇങ്ങനത്തെ കോൺട്രാഇൻഡിക്കേഷൻ ഒക്കെ ഉണ്ടാകും, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും എന്നും പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യാം. പേഷ്യൻ്റ് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാം. അത് കഴിഞ്ഞു പേഷ്യൻ്റ് കൺവിൻസ് ആയില്ല എങ്കിൽ നമുക്ക് സൂപ്പർവൈസറിനെ അറിയിക്കാം. ദെൻ ഡോക്യുമെൻ്റ് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ആയിട്ട് ടൈമും വെച്ച് ഡോക്യുമെൻ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു ആൻസർ പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വേണം സംസാരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ ത്രൂ വേർഡ്സിലൂടെ ആയിരിക്കും നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ ഐ കോണ്ടാക്റ്റ്. അല്ലാത്ത പക്ഷം ഇപ്പോൾ നേരിട്ട് സംസാരിക്കാണ്ട് അവിടെ ഇവിടെയൊക്കെ നോക്കി സംസാരിക്കാൻ പാടില്ല. ഡയറക്റ്റ് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വേണം സംസാരിക്കാനായിട്ട്. എല്ലാ ആൻസറും അറിയാം, പക്ഷെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞ ആ ഇൻ്റർവ്യൂ ഒരു പരാജയമായിരിക്കും. അപ്പോൾ നല്ല കോൺഫിഡൻസ് ആയിട്ട്, നല്ല ക്ലിയർ ആയിട്ട്, സ്പീഡ് കുറച്ച് ക്ലിയർ ആയിട്ട് സംസാരിക്കുക. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, ഓസ്ട്രേലിയയിൽ പലയിടത്തും ഡിഫറെൻറ്റ് ടൈം ആയിരിക്കും. അപ്പോൾ അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവരിങ്ങനെ നമ്മുടെ ടൈമും വെച്ച് തരും, ആ ഷെഡ്യൂൾ ചെയ്യും. അല്ലാത്ത പക്ഷം അവരൊരു ടൈം പറയും, ഒരു 2 PM ത്രൂ കോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെയിലായിരിക്കും. 2 PM നിങ്ങളുടെ ടൈം 2 PM, നിങ്ങളുടെ ടൈം എന്ന് പറയില്ല, ഒരു 2 PM പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓസ്ട്രേലിയ സ്റ്റാൻഡേർഡ് ടൈം എടുത്ത് ഇരിക്കും. പക്ഷേ പല സ്ഥലത്തും പല ടൈം ആയിരിക്കും. സൗത്ത് ഓസ്ട്രേലിയയിലെ ഒരു ടൈം, അല്ലെങ്കിൽ വേറെ ഓസ്ട്രേലിയയിലെ വേറെ പാർട്ടിൽ വേറെ ടൈം ആയിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എനിക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് ഞാൻ അത് ക്ലാരിഫൈ ചെയ്യാണ്ട് ഇൻ്റർവ്യൂവിനിരുന്നു, പക്ഷെ അത് ടൈം കഴിഞ്ഞു പോയായിരുന്നു. അപ്പം തന്നെ നമ്മുടെ പഞ്ച്വാലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നേരത്തെ ഇൻ്റർവ്യൂവിന് മുന്നേ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.